إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും മുസ്ലിങ്ങളും മുവഹിദുകളുമായി മരണം വരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിലെ ഈ വർഷം ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. അല്ലാഹു നോമ്പുകാർക്ക് ഒരുക്കിവെച്ചിട്ടുള്ള പുണ്യങ്ങൾ സാധ്യമാകുന്നത്ര കരസ്ഥമാക്കാനും അതുവഴി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം കൊണ്ട് അനുഗ്രഹീതരാകാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങൾ പൂർണ്ണമായും പങ്കുകൊള്ളാനും ഈമാനും ഇഖ്ലാസുമുള്ളവരായി പ്രതിഫലച്ചയോടുകൂടി പരിശുദ്ധ റമദാനിന്റെ കർമ്മങ്ങളിൽ ഇടപെടാനും അല്ലാഹു നമുക്ക് തൗഫീക്കും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ റമദാന് നിർബന്ധമാകുന്നതിന്റെ കാരണം രേഖപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ റമദാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു മുതലാളി തന്റെ തൊഴിലാളിയോട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പറഞ്ഞു, നാളെ ഇന്ന സ്ഥലത്തേക്കൊന്ന് പോയി വരാനുണ്ട്, നേരത്തെ എഴുന്നേൽക്കണം. അദ്ദേഹം നേരത്തെ എഴുന്നേൽക്കുകയും ആ സ്ഥലത്ത് പോയി തിരിച്ചു വരികയും ചെയ്തു. മുതലാളി അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന സ്ഥലത്തൊന്ന് പോകണമല്ലോ, ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം എന്ന്. അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്, നേരത്തെ എഴുന്നേറ്റ് ആ സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സ്ഥലത്ത് പോയി വന്നു എന്നാണ്. ഇതുപോലെയുള്ള നോമ്പുകൾ നമുക്കുണ്ടാകരുത്. എന്തിനാണ്
ഞാൻ നോമ്പ് നോൽക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യത്തിലായിരിക്കണം എന്റെ നോമ്പുണ്ടാകേണ്ടത്. പോയി വരാൻ പറഞ്ഞ പ്രദേശത്തേക്ക് പോയി വരാനല്ലല്ലോ മുതലാളി നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ചില ആജ്ഞകളും കൽപ്പനകളും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാനുള്ള ചില ആവശ്യങ്ങളും പൂർത്തിയാക്കാൻ അദ്ദേഹത്തോട് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന അഭ്യർത്ഥനയാണ് അദ്ദേഹം നിർവഹിച്ചത്. പരിശുദ്ധ റമളാൻ നിർബന്ധമാകുന്നതിന്റെ കാരണം വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. അതുകൊണ്ടുതന്നെ ഖുർആനുമായുള്ള ആത്മബന്ധത്തെ പുലർത്താത്ത ഒരാൾ കേവലം ഒരു നോമ്പുകാരനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പരലോകത്ത് ഹാജരാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹം അപകടകരമായൊരവസ്ഥയെ അഭിമുഖീകരിക്കാനുള്ള കാരണം വിശദീകരിക്കുന്നുണ്ട്. കുറെ ആളുകൾ അവരെ നോക്കിയിട്ട് റസൂലുള്ളാഹി പറയും, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. നിശ്ചയമായും ഈ ഖൗമ് വിശുദ്ധ ഖുർആനിനെ ഇത്തഖദൂ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ അവർ സ്വീകരിച്ചിട്ടുള്ളത് മഹ്ജൂറ എന്ന നിലയ്ക്കാണ്. ഹജറ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, ഒഴിവാക്കുക എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥമുള്ളത്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ഖുർആനിനെ അവഗണിക്കാനുള്ള സാധ്യതയില്ല. ഖുർആനിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിമർശനമുണ്ടാകുമ്പോൾ നമ്മളൊക്കെ പ്രതികരിക്കും. ഖുർആനിനെ അവഹേളിക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കും. ഖുർആനിന്റെ പ്രതികൾ അവിടെയും ഇവിടെയുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടുക്കി ഒതുക്കി വെക്കുകയും ചെയ്യും. അങ്ങനെയൊരു അവഗണനയുടെ ഏതെങ്കിലും ഒരു തലത്തെക്കുറിച്ചല്ല എന്റെ സമൂഹം ഖുർആനിനെ അവഗണിച്ചല്ലോ എന്ന് റസൂലുള്ളാഹി പരലോകത്ത് വിലപിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം അതിന്റെ അർത്ഥം ബോധ്യപ്പെടുത്തുന്നത് മറ്റു ചില വചനങ്ങളിൽ സമാനമായി ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളിലൂടെ കൂടിയാണ്. ഈ പദം ഹജറ എന്ന പദം, ഹിജറ എന്ന പദം നമുക്ക് പരിചയമുള്ളതാണ്. മക്കയിൽ നിന്ന് പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയെ ഉപേക്ഷിച്ചു പോയതല്ല, മക്കയെ അവഗണിച്ചു പോയതല്ല. മക്കയോടുള്ള എല്ലാ ബന്ധവും നിലനിർത്തി അദ്ദേഹം പരലോകത്തേക്ക് നിശ്ചയിക്കേണ്ട തന്റെ ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം താത്കാലികമായൊരു വിടവാങ്ങലാണത്. പക്ഷേ ആത്മബന്ധം മക്കയുമായി മുറിച്ചു കളഞ്ഞിട്ടില്ല. ഈ ആത്മബന്ധത്തെ മുറിച്ചു കളയുന്നതിനാണ് യഥാർത്ഥത്തിൽ ഹജറ എന്ന പദം ഉപയോഗിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്വരച്ചേർച്ചയില്ലാതെ വരുമ്പോ അവർ വിവാഹമോചനത്തിനുള്ള അവസ്ഥകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതിലെ ഒരു ഭാഗം തന്റെ ഭാഗത്തുനിന്നും വരന്റെ ഭാഗത്തുനിന്നും വധുവിന്റെ ഭാഗത്തുനിന്നും ആളുകൾ ഇടപെടുന്നു. അതിന്റെ പരിഹാരമില്ലെങ്കിൽ ഉപദേശിക്കുന്നു. അതിനും പരിഹാരം നേടുന്നില്ലെങ്കിൽ പിന്നീട് കിടപ്പറ വെടിയണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്, ആണായാലും പെണ്ണായാലും. അവിടെ ഖുർആൻ ഉപയോഗിച്ചത് വഹുജുറൂഹുന്ന ഫിൽ മലാജിഇ എന്നാണ്. നിന്റെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മാറിക്കിടക്കണം എന്നല്ല. വഹുജുറൂഹുന്ന ഫിൽ മലാജിഇ, നിങ്ങൾ ഇതുവരെ കിടന്നുവരുന്ന നിങ്ങളുടെ കിടപ്പറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മബന്ധമില്ലാത്ത വിധത്തിൽ വിച്ഛേദിക്കണം എന്നാണ്. തിരിഞ്ഞു നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത വിധത്തിലുള്ള അകലം നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തു വെച്ചു തന്നെ സ്വീകരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഹജറ എന്ന് പറഞ്ഞാൽ അവഗണിച്ചു തള്ളലല്ല, മറിച്ച് മാനസികമായ ആത്മബന്ധത്തെ വിച്ഛേദിക്കലാണ്. വിശുദ്ധ ഖുർആനുമായി എന്റെ സമൂഹം ആത്മബന്ധമില്ലാതെ പോയല്ലോ എന്ന വിലാപമാണ് പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ തന്റെ ഖൗമിനെ നോക്കിയിട്ട് റസൂലുള്ളാഹി പറയുന്നത് എന്നാണ് മഹ്ജൂറ എന്ന പദത്തിന് മുഫസ്സിറുകൾ നൽകിയിട്ടുള്ളത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ശരി, ഖുർആനുമായി എന്റെ ആത്മബന്ധം എത്രയാണ് എന്ന് പരിശോധിക്കുക. നമസ്കാരം കഴിഞ്ഞാൽ ഞാനടക്കം മൊബൈലെടുത്ത് പുതിയ വല്ല മെസ്സേജുകളും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആ മൊബൈലുമായി എന്റെ ജീവിതത്തിന്റെ ബന്ധമാണത് കൽപ്പിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടു പോയാൽ ദുഃഖം വരുന്നത് അയാളുമായുള്ള ആത്മബന്ധത്തിന്റെ കട്ടിയും ഘനവും അനുസരിച്ചാണ്. വിശുദ്ധ ഖുർആനുമായി എന്റെ മനസ്സ് അകന്നു നിൽക്കുമ്പോൾ
എന്റെ മനസ്സിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്നുവെങ്കിൽ ആ ഖുർആനുമായി ആത്മബന്ധമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആശയമാണ്, ഈ ബന്ധമാണ് പരിശുദ്ധ റമദാനിലൂടെ സത്യവിശ്വാസികളായ ആളുകൾ നിർവഹിക്കേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനുമായുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെ 3 തരത്തിലാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന് അത്തിലാവ, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് അതുള്ളത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലിഫ് ലാം മീം, ഇത് 3 ഓരോ ഹർഫുകളാണ്. ഈ ഓരോ ഹർഫും പാരായണം ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിന്റെ ചെറുതോ വലുതോ ആയിട്ടുള്ള ആയത്തുകൾ ഏതു പാരായണം ചെയ്താലും മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഖിറാഅത്തിന്, തിലാവത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും. എന്നാൽ തിലാവത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പാരായണം ചെയ്യുക എന്നതിനേക്കാൾ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോവുക എന്നാണ് അതിന്റെ താല്പര്യം. വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് പറയുന്നിടത്ത് വൽ ഖമരി, ചന്ദ്രൻ, ഇദാ തലാഹാ, സൂര്യനെ പിന്തുടരുന്ന ഘട്ടം എന്നാണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ് അതിന്റെ ശരിയായ ഭാഷാർത്ഥം. തിലാവത്ത് എന്നതിന്റെ സാങ്കേതികാർത്ഥമാണ് പാരായണം ചെയ്യുക എന്ന് പറയുന്നത്. പാരായണം ചെയ്യുന്നത് തെറ്റ് എന്ന നിലയ്ക്കല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെയും അർത്ഥത്തെയും ആദ്യം മുതൽ അവസാനം വരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിർവഹിക്കാൻ സാധ്യമാകുന്നില്ല എങ്കിൽ നാം എത്രത്തോളം ഹതഭാഗ്യരാണ്. വിശിഷ്യ പരിശുദ്ധ റമദാനിന്റെ ഘട്ടത്തിൽ ഖുർആനുമായുള്ള ആത്മബന്ധം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം എത്രത്തോളം ഭഗ്നാശരായ ആളുകളാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒന്ന് മുജറദു തിലാവ എന്ന് പറയും. സാധാരണഗതിയിലുള്ളൊരു പാരായണം, നമ്മളൊക്കെ കത്തം തീർക്കുക എന്ന നിലയ്ക്കോ വിശുദ്ധ ഖുർആൻ ഓതുക എന്ന നിലക്കോ സ്വീകരിക്കുന്ന ഒരു പാരായണമുണ്ട്. ആ പാരായണത്തിനാണ് മുജറദു തിലാവ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ കീശയിൽ പണമുണ്ട്, നമ്മൾ സാമ്പത്തികമായി അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ്. വലുതായിരുന്നാലും ചെറുതായിരുന്നാലും എന്റെയും നിങ്ങളുടെയും വീടുകളിൽ എനിക്കും എന്റെ കുടുംബത്തിനും ഉപയോഗിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷയോ ഒരു തഫ്സീറോ ഇല്ല എങ്കിൽ പിന്നീടവിടെ ആ വീട്ടിൽ വലിയ വലിയ സൗകര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? പ്രിയപ്പെട്ട മകനോ മകളോ ഖുർആൻ ഒന്ന് വായിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഖുർആനിനെ സമീപിക്കാനിരിക്കുമ്പോ ആ വീട്ടില് അതിന്റെ അർത്ഥം മലയാളത്തിൽ മനസ്സിലാക്കാൻ ഒരു സൗകര്യമില്ല. ഒന്നുകൂടി വിശദമായി വായിക്കണമെന്ന് മനസ്സിലാകുമ്പോ അതിന്റെ തഫ്സീർ വാങ്ങാൻ കിട്ടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 3500-4000 രൂപ ചെലവഴിച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ കക്ഷിവ്യത്യാസമെന്നെ അംഗീകരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ 8 വാള്യങ്ങളായി നമുക്ക് വാങ്ങാൻ കിട്ടും. തന്റെ പുരുഷായുസിനടക്ക് 10-60 വർഷക്കാലം ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിട്ടുള്ള ആരോഗ്യവും സമ്പത്തും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന ഒരു കുടുംബനാഥന് ഒരു 4000 രൂപ ചെലവാക്കി അവിടെ ഒരു തഫ്സീർ വാങ്ങിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു പേരിലാണ് അവനെ ചൊല്ലി വിളിക്കേണ്ടത്? ഏതു തലത്തിലാണ് അവനെ മുസ്ലിം എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ഗൗരവമുള്ള വിഷയമാണ് ഇത്. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുക എന്നതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല, ശരിയായ അർത്ഥത്തിൽ ആ ഖുർആനിന്റെ ഓരോ ആയത്തുകളും പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഏതാണ്ട് 500 ചില്ലാനത്തോളം പേജുകളിലായി 5000-ഓളം വരുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. 60 വയസ്സുവരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ആ ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്നറിയാതെ പോയി എങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ, എന്തുമാത്രം വലിയ അബദ്ധമാണ് അവൻ ചെയ്യുന്നത്. 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിലൊക്കെ പറയുന്നത് എന്ത് എന്ന് മുഴുവൻ വായിക്കുന്നില്ലെങ്കിലും വായിക്കേണ്ടത് നിർബന്ധമാണ് എന്നത് മറ്റൊരു വിഷയം. അതിലെന്തു പറയുന്നു എന്നെങ്കിലും ഒന്ന് ഗ്രഹിക്കാൻ കഴിയാതെ വന്നാൽ നമ്മുടെ റോളുകളിൽ, നമ്മുടെ റീലുകളിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിൽ അത് തലങ്ങും വിലങ്ങും അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒരു ദിവസം നമ്മൾ അത് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എന്റെയും നിങ്ങളുടെയും ജീവിത ബന്ധമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ്, സത്യവിശ്വാസികളായ ആളുകളെയല്ല മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, ഖദ് ജാഅതുക്കും, നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്, മൗഇദത്തും മിർ റബ്ബിക്കും,
നിന്റെ റബ്ബിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സതുപദേശം എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കണം, പരലോകം എങ്ങനെയാണ്, രക്ഷാശിക്ഷകൾ എങ്ങനെയാണ്, പടച്ചവൻ, നരകം, സ്വർഗം തുടങ്ങിയ ഓരോ കാര്യങ്ങളും സവിസ്തരമായി പ്രതിപാദിക്കുന്ന അറബിയിലുള്ള വിശുദ്ധ ഖുർആനിനെ ഒന്ന് വായിക്കാൻ, അതിന്റെ അർത്ഥമൊന്ന് ഗ്രഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന വല്ലാത്തൊരു അപകടമാണ്. മൗഇളത്തുൻ, സതുപദേശമാണത്. എന്റെ തൊട്ടടുത്ത് നമ്മുടെ അയൽവാസികളായോ പരിചയക്കാരായോ നേർക്കുനേരെ ഖുർആനിന്റെ അവകാശികളല്ലാത്തവർ എന്ന് നമ്മൾ കരുതുന്നവരുണ്ട്. ഖുർആൻ മനുഷ്യർക്ക് അവതരിപ്പിച്ചിട്ടുള്ളതാണ്, മുസ്ലിങ്ങൾക്കുള്ള വേദഗ്രന്ഥമല്ല. പക്ഷേ ഉപ്പയുടെയും ഉമ്മയുടെയും മാതാപിതാക്കളുടെ പേരുകളിലേക്ക് ചേർത്തിട്ടാണല്ലോ മഹാഭൂരിപക്ഷവും ജീവിച്ചു പോകുന്നത്. അങ്ങനെയെങ്കിൽ തന്റെ അയൽവാസിയായ മുസ്ലിം സഹോദരന് ഈ ഖുർആൻ എടുത്തൊന്ന് വായിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നില്ല എന്നത് ഒരുപക്ഷെ അവനൊരു ന്യായമായി പറഞ്ഞേക്കാം. അത് പരലോകത്ത് ശരിയാണ് തെറ്റാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ പരമ്പരാഗതമായി ജന്മം കൊണ്ട് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എന്റെ ജീവിതത്തിൽ ഖുർആനുമായുള്ള ബന്ധം എത്രയാണ്? ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. ഞാൻ എത്രയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്? പരിശുദ്ധ റമദാൻ 2 എത്തിച്ചേർന്നിരിക്കുന്നു. എത്രയാണ് ഞാൻ ഖുർആൻ ഓതിയത്? ഇനി എത്ര ഓതണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്? അത് മനസ്സറിഞ്ഞുകൊണ്ടാണോ പാരായണം ചെയ്തത്? അർത്ഥം ഗ്രഹിച്ചാണോ പാരായണം ചെയ്തത്? അതിലുള്ള ആശയങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? തുടങ്ങിയ ഓരോ ഭാഗവും ഞാൻ നിങ്ങളും ആലോചിക്കണമല്ലോ. കാരണം ഇത് അല്ലാഹുമായുള്ള സംസാരമാണ്. പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശനമാണ്. ഏതൊരു സംഗതിയായിരുന്നാലും അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിന്റെ വർക്കിംഗ് മാനുവൽ ആവശ്യമാണ്. ഏതൊരു ഉപകരണവും ആ ഉപകരണം ശരിയായി ഉപയോഗപ്പെടുത്താൻ വർക്കിംഗ് മാനുവൽ വേണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വർക്കിംഗ് മാനുവൽ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയും പിന്നീട് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനാണ് അതുള്ളത്. പൊടിപിടിച്ച് കിടക്കുന്ന ഖുർആൻ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ വിശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഖുർആനുമായുള്ള ബന്ധം ഒരു ദിവസമെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ സത്യവിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നതാണ് പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിലപിക്കുന്ന വിലാപത്തിന്റെ താൽപര്യം എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ സതുപദേശമാണത്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിന്റെ ശമനമാണത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കും. ജീവിതത്തിന്റെ ഉപദേശമാണ് ഖുർആൻ. മനസ്സിന്റെ ഏതേത് തലത്തിലുള്ള വിഷമങ്ങളുടെയും പരിഹാരമായി, ശമനമായി വിശുദ്ധ ഖുർആനാണ് വരുന്നത്. വഹുദൻ, അത് സന്മാർഗദർശനമാണ്. വറഹ്മതൻ, അത് കാരുണ്യമാണ്. ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ആളുകൾക്ക് എന്നത്. അപ്പോ ഒന്നാമതായി ഖുർആനിനോട് നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യത വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ആ പാരായണം കേവലം പാരായണത്തിനപ്പുറത്ത് അർത്ഥം ഗ്രഹിച്ചുകൊണ്ടുള്ള പാരായണമായിരിക്കണം സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നീ ഖുർആൻ പാരായണം ചെയ്യുന്നതോടുകൂടി പരലോകത്ത് നിനക്ക് ഖുർആൻ ശുപാർശകനായി വരും. ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം, ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ ഖുർആൻ വരും. ശഫീഅൻ ലി അസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് ശുപാർശ പറഞ്ഞുകൊണ്ട് എന്നത്. നേർക്കുനേരെ അഭിമുഖീകരിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന്റെ മുൻപേ അള്ളാഹു നമ്മെ ഈ കാര്യം ഉണർത്തുകയാണ്. ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുകയും നഫ്സി നഫ്സി എന്ന് പറയുകയും ചെയ്യുന്നൊരു കാലമാണല്ലോ പരലോക ജീവിതം എന്ന് പറയുന്നത്. വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ശുപാർശയുള്ളത്. നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമൊക്കെ ആളുകളെ വേർതിരിക്കുന്നിടത്ത് എന്റെ ആളാണ്, നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് വേർതിരിക്കുന്നതിനല്ല ശുപാർശ എന്ന് പറയുന്നത്. ശഫാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിചാരണയെ എളുപ്പമാക്കുക, വിചാരണയെ പെട്ടെന്ന് ആരംഭിക്കുക എന്നതാണ്. പരലോകത്ത് വെച്ചുകൊണ്ട് ദുനിയാവിൽ ഖുർആനുമായി ആത്മബന്ധം പാലിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് പരലോകത്ത് ആ ഖുർആൻ പടച്ചവനോട് പറയും, ഇന്നാൽ ഇന്ന വ്യക്തി ഇന്ന രീതിയിൽ ഖുർആനിനെ സമീപിച്ചിട്ടുണ്ട്, എന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്
എന്നിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിചാരണ എളുപ്പമാക്കി കൊടുക്കണം എന്ന ആശയം, എന്ന തത്വമാണ് വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയത്. ഷഫീഅൻ ലി അസ്ഹാബിഹി, തന്റെ ആളുകൾക്ക് പരലോകത്ത് അത് ശുപാർശകനായി വരും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിശുദ്ധ ഖുർആൻ വരും. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹുവിനോട് പറയും, യാ റബ്ബി ഹല്ലി, യാ റബ്ബി ഹല്ലി, പടച്ചവരെ റബ്ബേ എന്ന് വിളിക്കും. കാരണം ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്. പരലോകത്ത് തൊലികൾ സംസാരിക്കുന്നു, അതേപോലെ തന്നെ വിവിധ ഭാഗങ്ങൾ സംസാരിക്കുന്നു. യൗമ തുഹദ്ദിസു അഖ്ബാറഹാ, ഈ ഭൂമി പരലോകത്തതിന്റെ വർത്തമാനങ്ങൾ പറയുന്നു. നാവിന് സീലി വെക്കുന്നു, മറ്റുള്ള സംവിധാനങ്ങളെല്ലാം സംസാരിക്കുന്നു. അനുകൂലമായും പ്രതികൂലമായും നമുക്ക് സാക്ഷ്യം പറയാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഹല്ലി ഹല്ലി, അവന് നീ ആഭരണങ്ങൾ ചാർത്തിക്കൊടുക്കണം, അവന് ആഭരണങ്ങൾ ചാർത്തിക്കൊടുക്കണം. കാരണം എന്നോട് അത്രമേൽ ആത്മബന്ധം പാലിച്ചിട്ടുണ്ട് എന്നത്. അതേപോലെ തന്നെ ഫൽയുബ്സ് താജൽ കറാമ, താജൽ കറാമ, മാന്യതയുടെയും കറാമത്തിന്റെയും മഹത്വത്തിന്റെയും കിരീടം പടച്ചതമ്പുരാനെ അവനെ നീ ചാർത്തിക്കൊടുക്കണം. യാ റബ്ബി സിദ്ഹു, അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ അവൻ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുക്കണമേ എന്ന് പരലോകത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. ആലോചിക്കുക, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇപ്പോൾ മരണം സംഭവിച്ചാൽ നാളെ പരലോകത്ത് ഹാജരാകുമ്പോ എന്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി വാദിക്കാൻ, എനിക്ക് വേണ്ടി ശുപാർശ പറയാൻ എന്റെ ഖുർആൻ എന്റെ കൂടെ ഉണ്ടാകുമോ എന്നൊന്ന് പരിശോധിച്ചു നോക്കണം. മറ്റു പല കാര്യത്തിനും നമ്മൾ എത്രയോ സമയം ചെലവഴിക്കുന്നു. അറബി ഭാഷയിലുള്ളൊരു ഗ്രന്ഥമാണ് എന്ന നിലയ്ക്ക് വായിച്ചാൽ മനസ്സിലാകില്ല എന്ന ന്യായം ഖുർആനിന്റെ വിഷയത്തിലേ നമ്മൾ പറയാറുള്ളൂ, മറ്റൊരു വിഷയത്തിലും നമുക്ക് പറയാറില്ല. വിദേശത്ത് നിന്നൊരു സ്കോളർഷിപ്പ് കിട്ടി, ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്, അത് അറബിയിലാണ് അതിന്റെ ലെറ്റർ വന്നത്. എനിക്കേതായിരുന്നാൽ ഇത് വായിക്കാൻ പറ്റൂല, ഞാനൊരു സാധാരണക്കാരനാണ്, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ലല്ലോ. അറബി അറിയുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ച് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞാനും നിങ്ങളും ചെയ്യും. കാരണം നഷ്ടപ്പെടാനുള്ളത് 10 ലക്ഷമാണ്, കിട്ടാനുള്ളത് 10 ലക്ഷമാണ്. എന്നിട്ടും എന്തേ ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനത്തെ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് അടുക്കുവാനും കൂടുതൽ അനുഗ്രഹം ലഭിക്കുവാനും പടച്ചവന്റെ ശുപാർശ ചെയ്യാനും കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടും നിങ്ങളോടും നേർക്കുനേരെ പറഞ്ഞിട്ട് അറബി എന്ന പേരിൽ ആ ഖുർആനിനെ ഞാനും നിങ്ങളും അവഗണിക്കുകയാണോ? ആ ഖുർആനിനെ ഒഴിവാക്കുകയാണോ? എനിക്കറിയില്ലെന്ന് പറയുകയാണോ? പാരായണം ചെയ്യാൻ അറിയില്ലേ? പുതിയ തലമുറ ഒരു വേള വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്നത് ശരിയായ രീതിയിലാണോ അല്ലയോ എന്നത് പരിശോധിക്കുക. പഴയ തലമുറ മദ്രസകളിൽ പോയി ഒരുപക്ഷെ വിഷമത്തോടുകൂടെയും പ്രയാസത്തോടുകൂടെയും കൂടുതൽ ശിക്ഷകൾ ലഭിച്ചുമൊക്കെ ഖുർആൻ ഓതിയിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള പ്രിയപ്പെട്ട മകനും മകളുമൊക്കെ വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ ഓതിത്തീർക്കാൻ കഴിയുന്നവരാണോ എന്ന് പരിശോധിക്കേണ്ടത് കുടുംബനാഥന്റെ കൂടി ഉത്തരവാദിത്വമാണ്. അവർ ഖുർആൻ എടുക്കണം, അവർ ഖുർആൻ പാരായണം ചെയ്യണം, വായിക്കണം, മടങ്ങണം, ജീവിതത്തിന്റെ സന്ദേശത്തിലേക്ക് തിരിച്ചു വരണം. ചെന്നൈ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സുഹൃത്ത് പഠനാവശ്യാർത്ഥം പോയി. മലപ്പുറം ജില്ലക്കാരനായ ഒരു സഹോദരനാണ്. അദ്ദേഹം ഇവിടെ ഖുർആനുമായി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങോട്ട് പോയപ്പോ പ്രിയപ്പെട്ട ഉമ്മ അവന്റെ കയ്യിൽ ഒരു ഖുർആനിന്റെ പരിഭാഷ കൊടുത്തു. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഖുർആൻ വായിക്കാൻ കഴിഞ്ഞുകൊള്ളാനുള്ള അവസരമുണ്ടാകണമെന്നില്ല. ഉമ്മാന്റെ കുട്ടി ഈ ഖുർആനൊക്കെ എടുത്തൊന്ന് വായിക്കണം എന്നത്. അവൻ അവിടെ എത്തുകയും അവന്റെ കോഴ്സ് ഉപയോഗിക്കുകയും ചെയ്തു. അവന്റെ റൂമിൽ ഒരുമിച്ച് താമസിച്ചിരുന്നൊരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. ആ മുസ്ലിം സുഹൃത്ത് ഇവനെ കാണാതെ, ഇവൻ മറഞ്ഞു നിൽക്കുമ്പോഴോ, ഇവൻ പുറത്തു പോകുമ്പോഴോ, ഇവൻ ബാത്റൂമിൽ പോകുമ്പോഴോ ആ സമയം ഉപയോഗപ്പെടുത്തി അവന്റെ മേശയ്ക്ക് മുകളിൽ വെച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്കാൻ തുടങ്ങി.
വായിക്കാൻ തുടങ്ങി. ഞാൻ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ കയറി നിന്ന മിമ്പറിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. റമദാനിലാണ്, വസ്തുതാപരമായ കാര്യമാണ് പറയുന്നത്. ആ കുട്ടി വിശുദ്ധ ഖുർആൻ വായിക്കുന്നു. ഒരു വേള മുസ്ലിം മാതാവിന്റെയും പിതാവിന്റെയും മകനായി ജനിച്ചവൻ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ വായിക്കുന്നു. ചില സന്ദർഭത്തിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടി നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല, ഈ ആഴ്ച ഞാൻ വരുന്നില്ല എന്ന് പറയും. മറ്റൊന്നിനുമല്ല, ആ ഖുർആൻ എടുത്ത് വായിക്കാനുള്ള മനസ്സിന്റെ ആഗ്രഹവും കൊതിയും കൊണ്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ആ സുഹൃത്തിന് ഇസ്ലാമിലേക്ക് കടന്നു വരാനും മുസ്ലിമായി മാറാനും കഴിഞ്ഞു എന്നത് ഒരു ഇമ്മാമക്കഥയല്ല, സംഭവിച്ചൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ കൈവഴികളും അതിന്റെ വിഷയങ്ങളും അതിൽ പങ്കെടുത്ത ആളുകളെയും നേർക്കുനേർ അറിയുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതൊരു പുസ്തകമല്ല, അതൊരു ഗ്രന്ഥമല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന, ജീവിതത്തിന്റെ സൗഭാഗ്യമായി മാറേണ്ട ഒന്നാണ്, മാർഗദർശനമായിട്ടുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെയൊരു സമീപനം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ പല്ല് വൃത്തിയാക്കും. അത് നമ്മുടെ ആദത്താണ്, നമ്മുടെ ദിനചര്യയുടെ ഭാഗമാണ്. ദിനചര്യയുടെ ഭാഗമായി ഏതു സമയത്തും നമ്മളത് ചെയ്യും. എന്റെ ഉപ്പ മരിച്ചു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അന്ന് രാവിലെയും നമ്മൾ പല്ല് തേക്കുമല്ലോ. എന്തുകൊണ്ട്? ദിനചര്യയുടെ ഭാഗമായതുകൊണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളും ദിനചര്യ എന്ന നിലയ്ക്ക് സന്തോഷത്തിലും സന്താപത്തിലും നമ്മൾ നിർവഹിക്കും. പക്ഷേ വിശുദ്ധ ഖുർആനിനെ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഒന്ന് പാരായണം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോയി എന്നിട്ടുണ്ട് എങ്കിൽ എവിടെ വെച്ചാണ് എന്റെയും നിങ്ങളുടെയും മരണം സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൂടാ. നാളെ പരലോകത്ത് ഹാജരാകുമ്പോ ഈ വേദഗ്രന്ഥത്തെ കാണിച്ച് പടച്ചവൻ ചോദിക്കുന്നത് ഇതിലുള്ള കാര്യം നീ അറിഞ്ഞിരുന്നില്ലേ എന്നാണ് എങ്കിൽ എന്തു മറുപടിയാണ് എനിക്കും നിങ്ങൾക്കും അതിൽ പറയാനുള്ളത്? പച്ചമലയാളത്തിൽ ധാരാളക്കണക്കിന് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ കേൾക്കാൻ പറ്റാവുന്ന തരത്തിൽ മലയാളത്തിൽ അതിന്റെ പരിഭാഷ ലഭ്യമാണ്, കാണാൻ കഴിയാവുന്ന രീതിയിൽ ലഭ്യമാണ്. ഉറങ്ങിയിട്ട് കിടപ്പറയിലാണ് എങ്കിൽ അവിടെ നിന്ന് സൗകര്യമുണ്ട്. ആധുനിക സംവിധാന പ്രകാരം ഓരോരോ സന്ദർഭങ്ങളിലും ധാരമുറിയാതെ എന്നെ പിന്തുടരാൻ സാധിക്കാവുന്ന തരത്തിൽ വിശുദ്ധ ഖുർആൻ ഓതാനും പാരായണം ചെയ്യാനും ഹിഫ്ളാക്കാനും അർത്ഥം മനസ്സിലാക്കാനും ആശയം ഗ്രഹിക്കാനും അതിലുള്ള ശാസ്ത്രീയവും അതേപോലെ തന്നെ ആശയ ഗാംഭീര്യമുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള മൊബൈൽ എന്ന ഡിവൈസിൽ സൗകര്യങ്ങളുണ്ട്. പ്ലേ സ്റ്റോറിൽ കയറിയിറങ്ങിയാൽ ഇതൊക്കെയും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ടും ഞാനൊരു പരാതി എന്ന നിലക്കോ വിമർശനം എന്ന നിലക്കോ അല്ല, സ്വയം പരിഹാസ്യനായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിനെ എന്റെ ജീവിതത്തിന്റെ വയസ്സിനിടയ്ക്ക് പൂർണ്ണമായി പാരായണം ചെയ്യാൻ എനിക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ എന്ത് പേര് ചൊല്ലിയാണ് പ്രിയപ്പെട്ടവരെ എന്നെ വിളിക്കേണ്ടത്? 50ാമത്തെ വയസ്സിലേക്ക് ആഗസ്റ്റ് മാസത്തിൽ പ്രവേശിക്കാനിരിക്കുന്ന എന്റെ ജീവിതത്തിൽ അറബി ഭാഷയെ പ്രൊഫഷണലായി സമീപിക്കുകയും അറബി ഭാഷയും വിശുദ്ധ ഖുർആനും അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ഖുർആനിലെ ഓരോ ഭാഗവും എവിടെയാണ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ പടച്ചവൻ തന്നെ അനുഗ്രഹത്തെ, സമ്പത്താകുന്ന ജോലിയാകുന്ന അനുഗ്രഹത്തെ, ആരോഗ്യമാകുന്ന അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ കല്ലെടുത്തെറിയില്ലേ നിങ്ങൾ? ഇതൊരു വസ്തുതയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. പെരുന്നാളിന് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട മക്കൾക്ക് സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ അണിയിച്ചു കൊടുക്കുന്നത് സൗന്ദര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി നമ്മുടെ മക്കൾ നമ്മളിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ്. അവരുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ച് പൂർത്തീകരിച്ചു കൊടുക്കുന്നത്, സത്യസന്ധമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുന്നത് പ്രിയപ്പെട്ട മകനും മകളുമായതുകൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ രക്തത്തിലൂടെയുള്ള ഭാഗമെന്ന നിലക്കാണ് പ്രിയപ്പെട്ടവരെ അവരുടെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തിന്, അവരുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് ഒരു പരിശോധന നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോയാൽ എന്താണ് പിതാവ് എന്ന നിലയ്ക്ക്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും മറുപടി പറയാനുള്ളത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ വയസ്സ് കൂട്ടി നോക്കുക. അതിൽ നിന്നൊരു 15 വർഷക്കാലം അങ്ങ് കിഴിച്ചേക്ക്. എന്നിട്ട് ഇത്രയും ദീർഘമായ 10-20 വർഷക്കാലത്തിനുള്ളിൽ എന്റെ അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്ത ഖുർആൻ പൂർണ്ണമായി
ഞാൻ വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നെഞ്ചത്തു കൈവച്ചുകൊണ്ട് ആലോചിക്കണം എന്തുമാത്രം വലിയ പാതകമാണ് എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നത്. വിശുദ്ധ ഖുർആൻ പരലോകത്ത് വെച്ചുകൊണ്ട് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, തന്റെ ഖൗമിൽപ്പെട്ട ആളുകളെ പരലോകത്ത് നിർത്തിയിട്ട് റസൂലുള്ള വിലപിക്കുന്ന വിലാപം പറയുന്നൊരു വിലാപമാണ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറയുന്നത്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു ഖൗമുൻ യഖറഊനൽ ഖുർആന, കുറെ ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ലാ യുജാബിസു ഹനാജിറഹും, ലാ യുജാബിസു ഹനാജിറഹും, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്കത് പോകുന്നേയില്ല. നാവുകൊണ്ടുള്ള പാരായണം എന്നു മാത്രം, താഴേക്ക് വരുന്നില്ല. അവരങ്ങ് ഓതി തീർക്കുകയാണ് ചെയ്യുന്നത്. പല പല ചിന്തകളിലും പല പല ആലോചനകളിലുമായി ഖുർആനിനെ അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. യംറഖൂന മിനദ്ദീൻ, വിശുദ്ധ ദീനുമായി അതിനെ ബന്ധിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഏതുപോലെ അമ്പും വില്ലും എടുക്കുന്നത് പോലെ, മുറൂഖുസ്സഹ്മി മിനർ റമ്യ, ഒരമ്പ് കുലച്ചു വെച്ചിട്ടുള്ള ഒരമ്പിൽ നിന്ന് അതിന്റെ വില്ല് അവനറിയാതെ അങ്ങ് പോയതുപോലെ, ലക്ഷ്യം നേടാതെ പോയിട്ടുള്ള വില്ലിനെ പോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധം സ്ഥാപിക്കുകയും നാളെ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന തരത്തിൽ എന്റെയും നിങ്ങളുടെയും ശുപാർശകരായി വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഖുർആനുമായുള്ള ബന്ധം അല്ലാഹു നമ്മുടേതെല്ലാം പരിവർത്തിപ്പിച്ച് മാറ്റപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. വിശുദ്ധ ഖുർആൻ എവിടേക്കാണ് ഇറങ്ങിയത് എന്നൊരു ചോദ്യമുണ്ട്. എന്റെയും നിങ്ങളുടെയും കണ്ണിലേക്കിറങ്ങിയോ, കാതിലേക്കിറങ്ങിയോ, നാവിലേക്കിറങ്ങിയോ, എവിടേക്കാണ് ഖുർആൻ ഇറങ്ങിയത്? വിശുദ്ധ ഖുർആൻ ഇതിന് കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട്. നസല ബിഹി റൂഹുൽ അമീൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിലേക്കാണ്. ഈ ഫാൻ കറങ്ങുന്നത് നമ്മുടെ കണ്ണ് കാണാനല്ല. ഫാന് കറങ്ങുന്നത് നമ്മുടെ ചൂടോ തണുപ്പോ ഒക്കെ അനുഭവപ്പെടാനാണ്. ട്യൂബ് കത്തുന്നത് സംസാരം കൂടുതൽ ഉച്ചത്തിലാക്കാനല്ല. ട്യൂബ് കത്തുന്നത് വെളിച്ചം കിട്ടാനാണ്, കണ്ണിന് വേണ്ടിയാണ്, വായിക്കാനാണ്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഓരോ വസ്തുവും എന്തിനാണ് ഉള്ളത്, ആ ആവശ്യത്തിനാണ് അത് ഘടിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവനവന്റെ നാവിനേക്കാൾ കൂടുതൽ അവനവന്റെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ ഹൃദയബന്ധിതമായിരിക്കണം വിശുദ്ധ ഖുർആൻ എന്ന്. രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഖുർആനുമായി നിർവഹിക്കേണ്ടത് തദക്കുറാണ്. തദക്കുർ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഓർമ്മയെടുക്കുക എന്നാണ്. വിശുദ്ധ ഖുർആനിൽ പലിശയെക്കുറിച്ച് പറയുമ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് എന്റെ ജീവിതത്തിൽ പലിശയുമായി ബന്ധമില്ല എന്ന് വരുത്താൻ കഴിയണം. വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ വർഷത്തെ സക്കാത്ത് കൃത്യമായി ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഓർമ്മ വേണം. പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗയും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പോകാനും ഞാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. ഒരു വേള പ്രവാചകന്റെ ഹദീസിൽ കാണാം, പ്രവാചകൻ നമസ്കരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആയത്തുകൾ വരുന്ന ഘട്ടത്തിൽ പ്രാർത്ഥനയിൽ മനസ്സ് മുഴുകുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നത്. ഒരു നമസ്കാരത്തിൽ ഒരു വാക്ക് പറഞ്ഞ് പടച്ചോനെ രക്ഷപ്പെടുത്തണേ എന്ന് പറയണം എന്നർത്ഥത്തിലല്ല. എന്റെ മനസ്സ് ഞാനത് പാരായണം ചെയ്യുമ്പോൾ പടച്ചോനെ രക്ഷിക്കണേ എന്ന്, കശററിൻ കൽ ഖസർ, കൊട്ടാര സമാനമായിട്ടുള്ള തീപ്പൊരികളാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നരകത്തിൽ നിന്ന് എഴുതപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പടച്ചോനെ കാക്കണേ എന്ന് അവനവന്റെ മനസ്സിൽ തോന്നാറുണ്ടായിരുന്നു എന്നത് നമസ്കാരത്തിൽ പോലും. അപ്പോ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും ആ ആയത്തും എന്റെ ജീവിതവുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്ന് പരിശോധിക്കുകയും ബന്ധമുണ്ടെങ്കിൽ കൂടുതൽ ശക്തമാക്കാനും ബന്ധമില്ലെങ്കിൽ അവിടേക്ക് തിരിച്ചു വരാനുമുള്ള പ്രേരണ പ്രദാനം ചെയ്യുക എന്നതാണ് തദക്കുർ എന്ന് പറയുന്നത്. വൈദാ തുലിയത്ത് അലൈഹിം ആയാതു, വിശുദ്ധ ഖുർആൻ പറയുന്നു, അവരിലേക്ക് നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്താൽ, അവർ പാരായണം ചെയ്യുന്നു, അവർ ഖുർആൻ കേൾക്കുന്നു എങ്കിൽ സാദത്തുഹും ഈമാന,
അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന്. മനസ്സറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുമ്പോൾ ഷുവർ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കും, ഒരു സംശയവും ആ വിഷയത്തിലില്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന മൗഇള, ഖദ് ജാഅതുകും മൗഇള, നിങ്ങൾക്ക് സതുപദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സറിഞ്ഞുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ ആ സതുപദേശം ഫലപ്പെടും എന്നതാണ്. രണ്ടാമത്തേത് ഖുർആനുമായുള്ള എന്റെ ജീവിതത്തെ തട്ടിച്ചു നോക്കുക എന്നതാണ്. ഖുർആൻ ഒരു തുലാസിലും ഞാൻ മറ്റൊരു തുലാസിലുമാണെങ്കിൽ ഏതാണ് കൂടുതൽ കനം തൂങ്ങുന്നത്? ഖുർആനായിരിക്കരുത്, ഞാനായിരിക്കണം. അഥവാ ഖുർആനിന്റെ ആശയത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കണം. മൂന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് തദബ്ബുറാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു അം അലാ ഖുലൂബിൻ, അതല്ല നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്, നിങ്ങളുടെ ഹൃദയത്തിൽ അഖ്ഫാലുഹാ, അത് പൂട്ടിട്ട് വച്ചിരിക്കുകയാണോ എന്നത്. വിശുദ്ധ ഖുർആനിനെ ദുനിയാവിലെ പല കാര്യത്തിലും പടച്ചവൻ പല അർത്ഥത്തിലും നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തെ, വൈജ്ഞാനികമായ അനുഗ്രഹത്തെ വിശുദ്ധ ഖുർആനുമായി തട്ടിച്ച് ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട്. മാത്തമാറ്റിക്സ് കഴിയുന്ന BSCയോ MSCയോ കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. അവർക്ക് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള അനന്തരാവകാശത്തെക്കുറിച്ച് അവർക്കെന്തേ പഠിച്ചു നോക്കാൻ കഴിയാത്തത്? അത് പള്ളിയിലെ മൗലവിയെ തന്നെ സമീപിക്കേണ്ടതില്ലല്ലോ. മൗലവിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അനന്തരാവകാശ നിയമത്തിന്റെ കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അറിയുന്ന ഒരാളാണല്ലോ ഇയാള്. അയാൾക്കത് ചെയ്തുകൂടെ? വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ഓരോരോ വിഷയങ്ങളിലും കൂടുതൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് തദബ്ബുർ എന്ന് പറയുന്നത്. ചെറിയ ആളുകൾ ചെറിയ അർത്ഥത്തിലും വലിയ ആളുകൾ വലിയ അർത്ഥത്തിലും വിശുദ്ധ ഖുർആനിനെ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ പ്രവാചകന് കഴിയും, പക്ഷേ ചന്ദ്രനിൽ എന്താണെന്ന് കാണാൻ കഴിയില്ല. വൽ ഖമറ ഖദ്ദർനാഹ മനാസില ഹത്താ ആദഖൽ ഉർജൂനിൽ ഖദീം എന്ന് പറയുകയല്ലാതെ ചന്ദ്രന്റെ സഞ്ചാരത്തെക്കുറിച്ച്, ചന്ദ്രന്റെ വേഗതയെക്കുറിച്ച്, ചന്ദ്രന്റെ പ്രകാശത്തെക്കുറിച്ച് ഒന്നും റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയില്ല. സൂറ മുഅ്മിനൂനിലെ ഓരോ ആയത്തും വിശദീകരിക്കുന്ന സമയത്ത് തന്റെ ഓരോ കുഞ്ഞും ഇന്ദ്രിയ ബിന്ദു മുതൽ സിക്താണ്ഡമായി ഭ്രൂണമായി അതിന് എല്ലും തോലും വന്ന് അങ്ങനെ ഒരു മനുഷ്യനായി പിറവിയെടുക്കുന്ന ദീർഘമായ ഒരു ഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് ആ കാലത്തെ വൈജ്ഞാനിക പരിമിതി കൊണ്ട് ഒരിക്കലും ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ, അത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇന്ന് തൊട്ടപ്പുറത്ത് പരിസര പ്രദേശത്തുള്ള മെഡിക്കൽ കോളേജിൽ പോയാൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ ദശ മുതൽ പ്രസവം വരെയുള്ള വിവിധ ഘട്ടത്തെ കൃത്യമായി കാണാൻ കഴിയും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ സംവിധാനം ലോകത്തുണ്ട് എന്നർത്ഥം. അത് വിശുദ്ധ ഖുർആനിനെ ആ കാലത്തിൽ നിന്ന് മാറി പുതിയ കാലത്തെത്തുന്ന സമയത്ത് ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ പഠിച്ചു മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഖുർആനിന്റെ ആശയത്തെ ഓരോരോ തലമുറകളിലേക്കും വ്യാപിച്ചു കൊണ്ടുപോകുന്നത്. പടച്ചവൻ നൽകിയിട്ടുള്ള എന്റെ ബുദ്ധിശക്തിയെ, പടച്ചവൻ നൽകിയിട്ടുള്ള എന്റെ അറിവന്വേഷണത്തെ വിശുദ്ധ ഖുർആനുമായി തട്ടിച്ചുപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് ലഭ്യമാവുക എന്നതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അറബി ഭാഷ അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റൊരാള് പാരായണം ചെയ്യുന്നു ഖുൽ ഹുവല്ലാഹു അഹദ്, അവനല്ലാഹു ഏകനാണ്, അതേ പഠനം തന്നെ ഞാനും പഠിച്ചാൽ പടച്ചവൻ എന്നെയാണ് ശിക്ഷിക്കുന്നത്. കാരണം പഠിച്ചതിന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ കഴിയണം, വായിച്ചതിന്റെ അപ്പുറത്തേക്ക് വായിക്കാൻ കഴിയണം. മറുകണ്ഠം ചാടണം എന്നർത്ഥത്തിലല്ല, കൂടുതൽ ഉപയോഗിക്കാൻ കഴിയണം. കുത്തിയിരുന്ന് മൈലുകളോളം നീളമുള്ള ഡിഗ്രികൾ കരസ്ഥമാക്കാനും ഒരാകാശം മുട്ടയുള്ള പുസ്തകങ്ങൾ വായിച്ചു തീർത്ത് വലിയ വലിയ എക്സാമുകളിൽ പങ്കെടുക്കാനുമൊക്കെ നിർബന്ധപൂർവമോ അല്ലാതെയോ നമ്മുടെ മക്കളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതിനാവശ്യമാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം തന്നെയാണ്, തർക്കമില്ല. അതോടൊപ്പം തന്നെ അവന്റെ ബുദ്ധിയെ ഈ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയണം. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരാള് വിശുദ്ധ ഖുർആനിന്റെ എഞ്ചിനീയറിംഗ് ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാകും. വൈദ്യശാസ്ത്രം പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ എംബ്രിയോളജിയെ, വിശുദ്ധ ഖുർആനിന്റെ വൈദ്യശാസ്ത്ര ഭാഗത്തെ ഫിസിയോളജി, അനാട്ടമിയെ പഠിക്കുമ്പോൾ സമൂഹത്തിനും വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കും. മോറിസ് ബുഖായി MBBS ഡോക്ടറാണ്. ഡോക്ടർ സാക്കിർ നായിക്
ഒരാൾക്ക് MBBS ഡോക്ടറാണ്. അതിലൂടെ പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തിട്ടുള്ള അറിവിന്റെ ആകാശം എത്രയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. തന്റെ ഉദ്യോഗവും തന്റെ ജീവിതവും തന്റെ ബിസിനസ്സും മാത്രമായി ചുരുങ്ങിക്കൂടുന്നതിനപ്പുറത്ത് ഈ സമുദായത്തോട് ചെയ്യേണ്ട, വിശുദ്ധ ഖുർആനിനോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയും കർത്തവ്യവുമാണ് വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിലേക്ക് എന്റെ തലച്ചോറിനെ ഉപയോഗപ്പെടുത്തുക എന്നത്. അത് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആ പരിശോധനയാണ് തദബ്ബുർ എന്നതിൽ വിശുദ്ധ ഖുർആൻ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, തിലാവത്ത്, കേവല പാരായണമുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള പാരായണം. രണ്ട്, തദക്കുർ, വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും എന്റെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. മൂന്ന്, അത്തദബ്ബുർ, വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകൽ. ഈ മൂന്ന് ബാധ്യതകളാണ് അതിപ്രധാനമായി ഖുർആനിനോട് നിർവഹിക്കാനുള്ളത്. പരിശുദ്ധ റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലയ്ക്ക് ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തെ ഉപയോഗപ്പെടുത്തുകയും നാളെ പിറ്റേന്ന് പരലോകത്ത് ഹാജരാകുമ്പോ എന്റെയും നിങ്ങളുടെയും ചാരത്തിരുന്ന് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്ന വിശുദ്ധ ഖുർആനിനെ മരണത്തിന് മുമ്പ് ഒരുക്കി വെക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ ഒരു വേള നോമ്പ് തുറക്കുന്നതുമൊക്കെ ഐശ്വര്യപൂർവ്വമാണ്, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ. അൽഹംദുലില്ലാ, ഇതിന് കഴിയാത്ത ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി ധാരാളക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അവര് വെള്ളം ഉപയോഗിച്ചുകൊണ്ടും ചെറിയ ചെറിയ പത്തിരിയും ആഹാര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെയാണ് അവരുടെ നോമ്പ് പൂർത്തീകരിക്കുന്നത്. ഏതായിരുന്നാലും ശരി, അവർക്ക് വേണ്ടി ഏതാണ്ട് 10-15 വർഷക്കാലത്തോളമായി ഇത്തരം കാര്യങ്ങളും അനുബന്ധമായ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫോക്കസ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയുടെ ഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ ദീർഘമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കാവശ്യമായ എല്ലാ സംവിധാനവും നമ്മൾ നിർവഹിച്ചു കൊടുക്കാറുണ്ട്. മറ്റൊരാള് നോമ്പ് തുറന്നാൽ ആ നോമ്പുകാരൻ എന്ന നിലയ്ക്കുള്ള വലിയ പ്രതിഫലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം അതിന്റെ കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഫോക്കസ് ഇന്ത്യയുടെ ഈ വിഷയ സംബന്ധമായ കളക്ഷൻ, അതിൽ കഴിയുന്ന പരമാവധി ആളുകൾ പങ്കെടുക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പിറ്റേന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാകുമ്പോ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗാനുഗ്രഹികളായി മാറാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അല്ലാഹു കനിഞ്ഞരളിയിട്ടുള്ള റഹ്മത്തിന്റെ വിശാലമായ അവസ്ഥ കൊണ്ട് പടച്ചവനെ, ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കഴിവിന്റെ പരമാവധി നിർവഹിക്കാനും നാളെ പരലോകത്ത് ഉത്തരവാദിത്തം കൊണ്ട് വിഷമം അനുഭവിക്കാതെ ഉത്തരവാദിത്ത നിർവഹണം കൊണ്ട് സ്വർഗം നേടാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്റെ ഖുർആൻ വായിക്കാനും പഠിക്കാനുമുള്ള അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ ശക്തിയുത്തരം തോന്നിപ്പിക്കുകയും അവസരങ്ങൾ അതിന് സജ്ജമാക്കി തരികയും ചെയ്യണമേ തമ്പുരാനെ. ഭൗതികമായ സ്നേഹം കൂടുകയും അതുവഴി ദീനീ ബന്ധം കുറഞ്ഞു വരികയും ചെയ്യുന്ന വിഷമകരമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്രകാരം പരിശുദ്ധ റമദാനിൽ ഹാജരാകാൻ കഴിയാത്ത ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പരിചയക്കാരുണ്ട്, സത്യവിശ്വാസികളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കുകയും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ആഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. سبحانك رب العزة أما يصفون.